അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാത്തു. ഷമ്മാസ് വില്ലേജ് ഓഫീസിലേക്ക് ചെന്നു. കുഞ്ഞിക്കതിയുടെ പേരിലുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങൾ, അതെ, കുഞ്ഞിക്കതിയുടെ ഭർത്താവായ അബൂബക്കറുടെ പേരിലുള്ള ഡീറ്റെയിൽസ് കാര്യങ്ങളെല്ലാം അന്വേഷിച്ചു, ചോദിച്ചു. എന്നാൽ അവിടുത്തെ ഓഫീസറോട് പറഞ്ഞു, അതായത് ഈ അബൂബക്കർ എന്ന പേരിലുള്ള ആളുടെ തൊട്ടടുത്തായിട്ടൊരു വീട് വന്നിട്ടുണ്ട്, ആ വീടിൻ്റെ ഡീറ്റെയിൽസ്. ഓ, ഓക്കെ ഓക്കെ, ഞാൻ എടുത്തു കേട്ടോ, 5 മിനിറ്റ് വെയിറ്റ് ചെയ്യൂ. അവരിതാ രേഖകളെല്ലാം പരിശോധിച്ചു. എന്നാൽ അദ്ദേഹം പറഞ്ഞു, അത് അബൂബക്കർ എന്ന ആളുടെ പേരിൽ 2 വീടുകൾ ഇവിടെ കാണുന്നുണ്ട്. അതായത് അബൂബക്കർ എന്ന ആളുടെ പേരിൽ ഇത്ര സ്ക്വയർ ഫീറ്റ് ഉള്ള വീട്, ഇത് പുതിയതായിട്ട് ഒരു 4500 സ്ക്വയർ ഫീറ്റ് ഉള്ള വീട് ഇവിടെ കാണുന്നുണ്ട്. അതുപോലെ തന്നെ ചെറിയൊരു വീടും കാണുന്നുണ്ട്. അതിൻ്റെ രേഖകൾ ഉണ്ട് ഇവിടെ. ശരിക്കും ഒരു നിമിഷം ഷമ്മാസ് ചോദിച്ചു, അതല്ല, ആ 4500 സ്ക്വയർ ഫീറ്റ് വരുന്ന ആ ഒരു വീട് ആരുടെ പേരിലാണെന്ന് ഒന്നുകൂടി ചെക്ക് ചെയ്യാമോ? അവർ ഒന്നുകൂടി ടെസ്റ്റ് ചെയ്തു. അത് അബൂബക്കർ എന്ന ആളുടെ പേര് തന്നെയാണ്. കാരണം ആ ഒരു ഹോണറുടെ പേര് തന്നെയാണ് ഇത് എടുത്തിരിക്കുന്നത്. കാരണം പുതിയൊരു വീട് എടുക്കണമെന്നുണ്ടെങ്കിൽ അവരുടെ കാര്യങ്ങൾ, ഡീറ്റെയിൽസ്, രേഖകളെല്ലാം അത് ഇവിടെ വന്ന് സമർപ്പിച്ചതിന് ശേഷമാണ് പറ്റുള്ളൂ. അത് ഒരുപാട് ടൈം എടുക്കുന്നതുകൊണ്ട് തന്നെ ഇവർ അതുവഴി തന്നെയാണ് എടുത്തിട്ടുള്ളത്. അവർ ഈ വില്ലേജ് ഓഫീസിലേക്ക് വന്നിരുന്നെന്ന് തോന്നുന്നുണ്ട്, ഇത് അവരുടെ പേരിലാക്കാൻ വേണ്ടിയിട്ട്. പക്ഷേ ചില രേഖകളൊക്കെ വേണമെന്ന് പറഞ്ഞപ്പോൾ അത് പിന്നെയൊക്കെ അങ്ങനെ ഒഴിഞ്ഞു പോയതാണെന്ന് തോന്നുന്നു. എന്തൊക്കെ തന്നെ 1-2 പ്രാവശ്യം കയറി ഇറങ്ങിയിട്ടുണ്ട് ഇവിടെ. ശരിക്കും ഷമ്മാസ് ഒന്ന് വിയർത്തിരുന്നു. അല്ല, അപ്പോൾ ആ ഒരു 4500 സ്ക്വയർ ഫീറ്റ് വരുന്ന വീടെന്ന് മാത്രമല്ല, വീട്, കറണ്ട് എല്ലാം അദ്ദേഹത്തിൻ്റെ പേര് തന്നെയാണുള്ളത്. ഒരു നിമിഷം ഷമ്മാസിൻ്റെ മനസ്സിൽ അത് വല്ലാത്തൊരു സന്തോഷം വന്നു. അതെ, കുഞ്ഞിക്കതിയുടെ പേരിലല്ല എന്നുള്ള കാര്യം മനസ്സിലായി. എന്നാൽ ശരി, ഓക്കെ സർ, വേറെന്തെങ്കിലും? ഇല്ല, നോ താങ്ക്സ്. അങ്ങനെ അതാ അവിടെ നിന്ന് ഷമ്മാസ് ഇറങ്ങി. എന്നാൽ ഐഷമ്മയൊക്കെ ബേജാറായിരിക്കുകയായിരുന്നു. കാരണം മറ്റൊന്നുമല്ല, ആ വീടെങ്ങാനും കുഞ്ഞിക്കതിയുടെ പേരിലാണെങ്കിൽ ഒരിക്കൽ പോലും അവിടെ അവർക്ക് താമസിക്കാൻ പറ്റില്ല എന്ന് മാത്രമല്ല, ജയിലിലിറങ്ങിയാൽ കേസ് കൊടുക്കും, അവരെ ഇറക്കിപ്പിക്കും എന്നുള്ള കാര്യം ഉറപ്പാണ്. എന്നാൽ ഷമ്മാസിന് ആശ്വാസമായി. ഐഷമ്മ ദുആ ചെയ്യുകയായിരുന്നു, പഠിച്ചോനെ, അല്ലാ നമ്മൾ വിചാരിച്ച പോലെ കാണ് റബ്ബേ, ആ കുട്ടികൾക്ക് ഒരിടം പാർക്കാൻ ഏതാ എൻ്റെ മോൻ നവാസ് അതൊക്കെ ഉണ്ടാക്കി വെച്ചേക്കണ്, പിന്നെ ഇനിയിപ്പോൾ വെറുതെ അത് ആക്കണ്ടല്ലോ എന്നായിരുന്നു ഐഷമ്മയുടെ ആഗ്രഹം. പെട്ടെന്ന് അതാ ഷമ്മാസ് അങ്ങോട്ട് ഇറങ്ങി വരുന്നു. ഐഷമ്മ നോക്കി, റബ്ബേ, ഓൻ്റെ മുഖത്ത് പുഞ്ചിരിണ്ടോന്ന്. പെട്ടെന്ന് അതാ ഷമ്മാസ് കാറിൻ്റെ ഡോർ തുറന്നു. മോനെ, ഷാമോനെ, എന്തേ? ശരിയാക്കാൻ പറ്റൂലേക്കുല്ലേ? ഉമ്മ, ശരിയാക്കാനൊന്നുമില്ല. എന്താ മോനെ നീ പറയുന്നത്? അതെ ഉമ്മ, അത് അബൂബക്കർക്കാൻ്റെ പേര് തന്നെയാണ് ആ 2 വീടും. ലാ ഹൗല വലാ, പഠിച്ചോനെ, മോനെ സത്യം പറയേ. അതെ ഉമ്മ, അത് ഞാൻ ചോദിച്ചു. അവർക്ക് 4500 സ്ക്വയർ ഫീറ്റുള്ളൊരു വീടും പിന്നെ ആ 2 വീടുകൾ മൂപ്പരെ പേരിലാണ്. അതായത് ഇവർ ആദ്യം പഞ്ചായത്തിലോ അവിടെ ഇവിടെയൊക്കെ പോയി നടന്നിട്ടുണ്ട്. കാരണം ആ പേര് ഓരോരുത്തരുടെ പേരിലാക്കാൻ വേണ്ടിയിട്ട്, അങ്ങനെ എടുക്കാൻ വേണ്ടിയിട്ട്, പക്ഷെ നടന്നിട്ടില്ല. അപ്പോൾ പിന്നെ കറണ്ട് കിട്ടാൻ വൈകും, അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്തോ ഒരു പ്രശ്നമൊക്കെ ആയപ്പോൾ ഇവർ നേരെ അയിമത്തന്നെ എടുക്കാമെന്ന് പറഞ്ഞു. അയിമത്തന്നെ എത്ര വീട് എടുക്കുക ഓരോ പേരിൽ, അതുകൊണ്ട് എളുപ്പത്തിൽ പണിയും. മറ്റേ കുറച്ച് നടക്കേണ്ടി വരുന്ന പറഞ്ഞപ്പോഴേ കിട്ടുന്ന ചാൻസിൽ വേഗം എടുക്കണമല്ലോ. അതുകൊണ്ട് ആ സ്പോട്ടിൽ മൂപ്പരെ പേര്, ഏതായാലും മൂപ്പര് ഇവിടെ ഇല്ലല്ലോ, പേര് പിന്നെ കുഞ്ഞിക്കതിൻ്റെ പേരിലാക്കാന്നുള്ള പ്ലാനിങ് ആയിരുന്നു. എത്ര എടുക്കുമ്പോൾ അങ്ങനെ എടുത്താലും പെട്ടെന്ന് കറണ്ട് കിട്ടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ കുറച്ച് നടക്കേണ്ടി വരുന്ന പറഞ്ഞപ്പോഴേ അവർ തന്നെയാണ് അങ്ങനെ ചെയ്തത്. എന്തൊക്കെ തന്നെയായാലും മോനെ, അൽഹംദുലില്ലാ, ഏതായാലും അപ്പം ഇനി ധൈര്യമായിട്ട് ഇതാക്കാറല്ലേ. എന്നാൽ അതിൻ്റെ രേഖകളും കാര്യങ്ങളൊക്കെ ഉമ്മ അതൊക്കെ അവിടെ ഉണ്ടാവും, നമുക്ക് എന്തായാലും പോയി നോക്കുക കേട്ടോ. അങ്ങനെ അതാ ഐഷുമ്മക്ക് വല്ലാത്ത സന്തോഷമായി ആ ഒരു കാര്യത്തിൽ. അവൻ്റെ റബ്ബേ, വല്ലാത്തൊരു സന്തോഷം. നേരെ ഏതാ പുത്തൻ വീട് തറവാട്ടിലേക്ക് വാഹനം തിരിക്കുന്നു. ഉമ്മ, എന്തെങ്കിലും വാങ്ങണോ? മോനെ, നമുക്ക് സൂപ്പർ മാർക്കറ്റിലൊന്ന് കയറേന്, കുറച്ച് സാധനങ്ങൾ എന്തെങ്കിലും വാങ്ങേന് നമുക്ക്. അതായത് കുറച്ച് ചിക്കനും ഇറച്ചിയും മീനൊക്കെ കഴിഞ്ഞിക്കണ എന്താവോ. ഇനിയിപ്പോൾ എൻ്റെ അഭിപ്രായത്തിൽ ഇനിയിപ്പോൾ നവാസും ഫസീലാണ് പോയിക്കോട്ടെ, ഓല അവിടെ ജീവിച്ചോട്ടെ, അതായിരിക്കും നല്ലത്. അപ്പോൾ നമുക്ക് സൗദൻ്റെ കാര്യമൊക്കെ ഒന്ന് ശരിയാക്കുകയും ചെയ്യാം, ഓല പെരക്കാരെ കാര്യമൊക്കെ ഒന്ന്, ഇൻഷാ അല്ലാ. അങ്ങനെ അതാ ഹൈപ്പർ മാർക്കറ്റിൻ്റെ അടുത്തേക്ക് ഷമ്മാസ് വണ്ടി കൊണ്ടുപോകുന്നു. മിസ്രിയെ, മോളെ,
പോരി ഉമ്മ, ഞാൻ ഇവിടെ ഇരുന്നോളാം. അല്ല മോളെ ഇങ്ങോട്ട് പോന്നാ. അങ്ങനെ ഏതാ നുസൈബും അവളും കുഞ്ഞുങ്ങളുമായി ഇറങ്ങി. മിസ്രിയെ മോളെ അനക്ക് വേണ്ട എന്താ വെച്ചാൽ വാങ്ങിക്കട്ടോ. ഇജിപ്പോൾ ഉമ്മയും ബാപ്പില്ലാന്ന് വിചാരിച്ചു കണ്ടൊന്നും ഇങ്ങനെ ഒറ്റക്കൊന്നും ഉണ്ടാക്കണ്ട. അനക്ക് എന്താ ആവശ്യമുള്ള ഇജ് വാങ്ങിക്കോ. എടി മോളെ നുസൈബാ, ഓൾ ആ ഫാൻസിൻ്റെ ഭാഗത്തേക്കൊന്നും കൊണ്ടേ കളിമാരുട്ടി ചെല്ലി അങ്ങോട്ട് പോയി നോക്കി. ആ ഫാൻസി ഇങ്ങനെ പിന്നോ അല്ലെങ്കിൽ മറ്റേ മുടിപ്പിന്നോ മുടിമ കുത്തിയോ അല്ലെങ്കിൽ ക്ലിപ്പോ എന്തെങ്കിലുമൊക്കെ വാങ്ങാണ്ടാവും. ചെല്ലി ആ ഭാഗത്തേക്കാണ് ചെന്നോളൂ. ഇനിയിപ്പോൾ കൺമഷിയോ അതേപോലെ സുറുമേ എന്തെങ്കിലുമൊക്കെ. ഉമ്മ അതൊന്നും വേണ്ട. അല്ല മോളെ, ആ പറഞ്ഞിട്ട് കാര്യമില്ല. പെൺകുട്ടികളാണ്. പെൺകുട്ടികൾക്ക് തന്നെ ആൺകുട്ടികളെ പോലെയല്ല, എല്ലാം മാണ്ടി വരും. നുസിയെ ഇവിടെ നിന്നാണ് ആ ഡ്രസ്സിൻ്റെ ഭാഗത്ത് കൊണ്ടുപോയിക്കാണ്ടേ ഓൾക്ക് ഈ ഉടുക്കാനൊക്കെ ഉള്ള അടിയിൽ ഉടുക്കാനൊക്കെ ഉള്ളത് ഉണ്ടാവും. ഇന്നർ വെയറിൻ്റെ ഭാഗത്ത് കൊണ്ടുപോയി കൊടുത്താൽ അങ്ങോട്ട് കൊണ്ടുപോയിക്കോ. എന്നിട്ട് ഓളോട് ചോദിച്ചു നോക്കട്ടാ. ആയിക്കോട്ടെ അമ്മ. അങ്ങനെ ഇത് നുസൈബയും അവളും ആ ഭാഗത്തേക്ക് ഡ്രസ്സിൻ്റെ കളക്ഷൻസിലേക്ക് പോകുന്നു. മിസ്രി, ഇവിടെ ലേഡീസിൻ്റെ സെക്ഷനാണ്, നിനക്ക് എന്ത് വേണമെങ്കിലും ഇവിടുന്ന് വാങ്ങിയെടുത്തട്ടോ. മടിയാണെങ്കിൽ ഞാൻ മാറുന്നോളാം. വേണ്ട നുസിത്ത, ഇവിടെ നിന്നോളൂ നിങ്ങൾ. സത്യം പറഞ്ഞാൽ മിസ്സിരിക്ക് അത് ആ വീട്ടിലല്ല അവൾ കഴിയുന്നത്, അതിനനുസരിച്ച് ഐഷമ്മ വാങ്ങി കൊടുക്കണം എന്നാണ് പറയുന്നത്. മിസ്സിരിക്ക് ആവശ്യമായതെല്ലാം അതാ എടുക്കാൻ പറഞ്ഞപ്പോൾ അവൾ കൂട്ടാക്കിയില്ല. വേണ്ടെത്ത, അതൊന്നും വേണ്ട, ഞാൻ പിന്നെ വാങ്ങിക്കൊണ്ട് ഇക്കാക്കാനെ കൂട്ടി പോയിട്ട്. എന്താ മോളെ മിസ്സിരി, ഉമ്മ ഉണ്ട് കൂടെ, ഷമ്മാസ്ക ഉണ്ട്, പിന്നെ ഇപ്പം എന്താ നിനക്ക് പേടി? ഒന്നും ഉണ്ടായിട്ടില്ല, എനിക്കൊരു അവിടെ നിന്നാ ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞ് നുസിയത അവളോട് അവളുടെ കാര്യങ്ങളെല്ലാം സൈസുകളും എല്ലാം ചോദിച്ച് അവരോട് തന്നെ ചോദിച്ച് അത് ഇഷ്ടമുള്ളത് സെലക്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അവൾ നാണത്തോടെയാണെങ്കിലും അതെല്ലാം എടുത്തു. മിസിരി, പിന്നെ ഈ പർദ്ദ ഈ ഇട്ടിട്ട് എത്രയായി? അതായത് ഇതന്നെ ഉണക്കും ഇടും, ഇത്തത്തെ പർദ്ദ അത് മതിയല്ലോ, എപ്പോഴെങ്കിലൊക്കെ ഒന്ന് ഇടാനല്ല. അല്ല മോളെ, മോളെടുത്തോ. ആയുഷമ്മ വീണ്ടും വന്നു. അല്ല മക്കൾ, നിങ്ങൾ എന്തെങ്കിലും എടുത്തോ? നുസിയെ എടുത്തോളി, എന്താ വെച്ചാൽ എടുത്തോളി. ഇനിയിപ്പോൾ ഏതായാലും എന്താണെന്നോ, നമ്മളെ സെമീറാക്കും കുട്ടികൾക്കൊക്കെ ഉള്ളതൊക്കെ എടുക്കാണ്ട്. പിന്നെ ഇപ്പോൾ വെച്ചാൽ രണ്ട് ആൺകുട്ടികളായതുകൊണ്ട് പൊന്നൊന്നും എടുക്കണ്ട. പണ്ടത്തെ മരുന്നാറിൻ്റെ പൊറുതിയുണ്ട്. വെള്ളി എടുക്കണം കേട്ടോ. വെള്ളീൻ്റെ ഓരോ കൈച്ചേനും വെള്ളീൻ്റെ ഓരോ മാലയും അരിക്കും കാൽമക്കും. പിന്നെ പെറ്റിച്ച് പോകുമ്പോഴേ അല്ല അപ്പം പിന്നെ കുട്ടികൾക്ക് ഇടങ്ങാറേക്കാരതേ എന്തെന്നോ, ചെറിയ കുട്ടിക്ക് പൊന്നില്ലെങ്കിലും വെള്ളിയിട്ട് കൊടുക്കുമ്പോഴേ ആ കുട്ടിക്കൊരു ചെയിനും വാങ്ങാം. ഷാമോനെ എടാ, എന്തോ ഉമ്മ വാങ്ങാനുള്ളതൊക്കെ വാങ്ങിക്കോട്ടെ, അവർക്ക് എന്താ ആവശ്യമുള്ള വെച്ചാൽ അത് വാങ്ങുന്നുണ്ട്. അല്ലേ ഞമ്മക്ക് ഉസ്താദിൻ്റെ കുട്ടിയാക്കേ, ആൺകുട്ടികളല്ലേ, ആ മക്കൾക്ക് വെള്ളിൻ്റെ കുറച്ച് പണ്ടം വാങ്ങാം. സ്വർണ്ണം ഏതായാലും ആൺകുട്ടികൾ ഇടാൻ ഇപ്പോൾ ഒരു ഇടൂല ഇക്കാരം. നിങ്ങളൊക്കെ ഇട്ടിക്കണ്, നിങ്ങളൊക്കെ 4-5 വയസ്സ് വരെ കൗത്തിൽ, എൻ്റെ ഷാമോൻ്റെ കൗത്തിൽ ചെയ്യുന്നുണ്ടായിരുന്നു, അരിയിലുണ്ടായിരുന്നു, കൈമലൊക്കെ ഉണ്ടായിരുന്നു, കാൽമ തണ്ട ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ അത് മണുസ്താന്മാരൊക്കെ ആകുമ്പോൾ ഇനി പറ്റിയില്ലെങ്കിലോ നമുക്ക് എന്താ ഇട്ടാന്നോ, എന്നാൽ വെള്ളിയാക്കാം. പിന്നെ മോനെ എടാ, എന്തോ ഉമ്മ, അതെ ഐഷുണ്ടല്ലോ, ആ കുട്ടികൾക്ക് പണ്ടം കൊണ്ടുവരുമ്പോൾ നോക്കും. ഉമ്മയില്ലാത്ത കുട്ടിയല്ലേ, നമ്മൾ ഇടങ്ങാറാക്കാൻ പാടില്ലല്ലോ. ഉമ്മാൻ്റെ കുട്ടി അതിനൊരു ചെയിന് വാങ്ങിക്കോളി. അതിന് കൗത്തിൽ ഞാൻ ചെയിന് കണ്ടിട്ടില്ല കേട്ടാ, ഒരു ചെയിന് വാങ്ങിക്കോളി. മനസ്സിലായല്ലോ ഉമ്മ? ആയിക്കോട്ടെ ഉമ്മ, സന്തോഷമേ ഉള്ളൂ. എന്നാൽ നമുക്ക് ഇന്ന് തന്നെ വാങ്ങിപ്പോവും. എന്താ വേണ്ടത്? ഇനിയിപ്പോൾ നേരെ ഉണ്ട് മോനെ. ഉമ്മ കുഴപ്പമൊന്നുമില്ല, അതിൻ്റെ അപ്പുറത്ത് ഗോൾഡ് ഉണ്ട്, പോയി നോക്കാം. അങ്ങനെ അതാ ഷമ്മാസും ഉമ്മയും മിസ്രിയും നുസൈബയും ജ്വല്ലറിയിലേക്ക് കയറുന്നു. അവിടുത്തെ സ്റ്റാഫുകൾ സന്തോഷത്തോടെ ചിരിച്ചുകൊണ്ട് അവരെ വരവേറ്റും. കുറേ ആയല്ലേ കണ്ടിട്ട്. പൊന്നാര മക്കളെ, അതായത് എന്തെങ്കിലും കല്യാണോ പ്രസവമൊക്കെ ഉണ്ടാകുമ്പോഴല്ലേ ഞാൻ ഈ വഴിക്ക് വരുള്ളൂ. അതെ ഉമ്മ, കഴിഞ്ഞ പ്രാവശ്യം വന്നിരുന്നല്ലേ. കഴിഞ്ഞ പ്രാവശ്യം ഇയാളെ കുഞ്ഞിന് വേണ്ടിയിട്ടായിരുന്നല്ലേ. ആ പ്രസവം കഴിഞ്ഞതിന് ശേഷം ഇപ്പം നമ്മളെ പേരിൽ ഒരു പ്രസവം കൂടി നടന്നിക്കണേ. എൻ്റെ പൊന്നാര പെണ്ണുങ്ങളെ, എനിക്ക് പറയാനുള്ള എന്താന്ന് വെച്ചാൽ, എനിക്കിപ്പോൾ ഇക്കുറി സ്വർണ്ണമല്ല വേണ്ടി, സ്വർണം വേണ്ടാന്നല്ല, വെള്ളിയാണ് വേണ്ടിയത്. വെള്ളിയോ? അതെന്താ? അതെ, വെള്ളി ഒരു കൂട്ടമല്ല, നമുക്ക് 2 കൂട്ടം വേണം. എന്നാൽ ജ്വല്ലറിയിലുള്ളവർ ചിരിച്ചു. അതേ ഉമ്മ, നിങ്ങൾക്ക് 2 കൂട്ടോ 4 എത്ര വേണമെങ്കിലും തരാലോ. എനിക്ക് 2 പേരക്കുട്ടികളുണ്ടേക്കണ്. ആണോ? കൺഗ്രാജുലേഷൻസ്, അവിടെയുള്ള ആ സ്റ്റാഫ് പറഞ്ഞു. അതെ, എനിക്ക് 2 പേരക്കുട്ടികളുണ്ടേക്കണ്. അപ്പളേ ഓല ആൺകുട്ടികളാണ്. ഞമ്മക്ക് പിന്നെ ഞമ്മക്ക് ഈ ആൺകുട്ടിയൊക്കെ പൊന്നുണ്ട സ്വഭാവം നമ്മൾ വല്ലാതെ പ്രോത്സാഹിപ്പിക്കില്ല. ഞേറെ എന്ന 5 വയസ്സ് വരെയൊക്കെ ഇടണോലുണ്ട്, ഇടൂലെന്നല്ല എൻ്റെ ഷാമോനെ കിട്ടീനു. ഉമ്മ ശരിക്കും ഷമ്മാസ് അത് കേട്ട് ചിരിച്ച്. ഉമ്മ അങ്ങനെ പറയൂട്ടോ.
അതിനെന്താ, ഉമ്മാനൊക്കെ പരിചയമുള്ളതല്ലേ? ഉമ്മാന്റെ സ്വർണങ്ങളൊക്കെ പണ്ട് മുതലേ ഇവിടുന്ന് എടുത്ത സ്വർണങ്ങളായിരുന്നു. ആ മക്കളെ, അതൊക്കെ കൊടുത്തില്ലേ? ആ, എന്നാലും കുറേ ഇട്ടേക്കണ്. ഇപ്പം പിന്നെ വേണമെന്ന് വെച്ചാൽ നമുക്ക് വാങ്ങാലോ. അതിനനുസരിച്ച് പഠിച്ചോ നമുക്ക് തന്നിക്കണല്ലോ. ആ, അല്ല, ഉമ്മ പറഞ്ഞത് വെള്ളി. ആ മക്കളെ, വെള്ളി അരിക്കുള്ളത്, അരിക്കുള്ളത് 2 കൂട്ട്, കാൽമക്കുള്ള തണ്ട. അതിനിപ്പി ഷാമോനെ കിലുങ്ങണം വേണടാ. ആ ഉമ്മ, നടക്കുമ്പോഴൊക്കെ രസമല്ലേ? അതിനിപ്പോൾ കാലിട്ട് അടിക്കുമ്പോഴും രസമാണ് കിലുങ്ങണതായിക്കോട്ടെ. ഇനി കുട്ടി ഉണർന്നാലും ഒക്കെ അറിയും ചെയ്യും. എന്നാൽ 2 കൂട്ട് തണ്ട. പിന്നെ പിന്നെ മോനെ എന്താണ് ഉമ്മ? ബ്രേസ്ലെറ്റ്. ആ, കറുത്ത മുത്തുള്ള ബ്രേസ്ലെറ്റ് ഉണ്ടല്ലോ, വെള്ളിൻ്റെ മുത്ത് പോയിക്കൊണ്ട്, അതൊന്നും എടുത്തോ. അതോ ഇനി മറ്റേ ആ സച്ചിൻ ചെയിന് പോലുള്ള അതാ വേണ്ടിയത്? ആ, ഇപ്പം കറുപ്പായിക്കോട്ടെ അല്ലേ? ഇനി വേണമെങ്കിൽ പിന്നെ ഇതാക്കുക. കാരണം രണ്ടും ഒരേപോലെയൊക്കെ നമ്മളെ പിരാക്കിട്ടും. അപ്പോൾ പൊന്നാര പടുപ്പേ, അരിക്കുള്ളതും കൗത്തുക്ക് ഇതാ സച്ചിൻ ചെയിന് പോലത്തെ ഒരു മാല. ആൺകുട്ടിയൊക്കെ അതുള്ള രസം, ആ കണ്ണി ഇങ്ങനെ. ആ, അത് 2 കൂട്ട് ഒക്കെ ഒരേപോലെ തന്നെ ആയിക്കോട്ടെ. അപ്പോൾ കൗത്തുക്ക് 2 കൂട്ടും, അരിക്ക് 2 കൂട്ടും, കൈമക്ക് ഒരു വള ആക്കല്ലേ, ഒരു വളയും ഒരു കൈച്ചേനും ആക്കാം. വെള്ളിന്നെ ആയിക്കോട്ടെ. ഒന്ന് കറുത്ത മുത്തുള്ള കൈച്ചേന്. ആ, പിന്നെ മതി. പിന്നെ കാതുക്കൊന്നും മാണ്ടല്ലേ നമുക്ക്? അല്ല ഇഷുമ്മ, അപ്പോൾ നിങ്ങൾക്ക് 2 പേരക്കുട്ടികളെ പിന്നെ ഉണ്ടായോ? ആ, എനിക്ക് ഇടയ്ക്കിടയ്ക്ക് ഓരോ കുട്ടികളൊക്കെ ഉണ്ടാവും. അതൊന്നും ഇപ്പോൾ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾക്ക് എണ്ണം പിടിച്ചാൻ കഴിയൂല. ആ, ആയിക്കോട്ടെ ഉമ്മ. ഈ മോഡലുണ്ട്, എങ്ങനെ നോക്കിക്കേ. ജ്വല്ലറിയിൽ നിന്ന് അവരത് കാണിച്ചു കൊടുത്തു. ആ, ഇത് തിരക്കേടില്ല അല്ലേ? ഞാൻ ഷാമോൻ എങ്ങോട്ടോക്ക്, മിസ്സിരിയേ നുസൈബ് അങ്ങോട്ട് നോക്കടി. ഇപ്പോഴത്തെ കുട്ടികളൊക്കെ എനിക്ക് ഇപ്പോൾ പെണ്ണായിട്ട് ഇപ്പം തന്നെ ഉള്ളൂ. ഇതിന് പിന്നെ പൊന്നിട്ട് കൊടുക്കാൻ പാടും. ഇതിൻ്റെ ഷമ്മാസിൻ്റെ കുട്ടി പെണ്ണ്. ആണ് എൻ്റെ നവാസിൻ്റെ കുട്ടി, എൻ്റെ വലിയോൻ്റെ കുട്ടിയാണ്. ആ, അതന്നെ. ഓളമ്മച്ചല്ല അത്. ഓളമ്മച്ചി അവിടെ അല്ല. അപ്പോൾ ഓള് നമ്മളെ പരിയത്തെ കുട്ടിയെ നമുക്കൊരു കല്യാണം ഉണ്ടാക്കുകയാണ്. ഇനി പണ്ടെടുക്കാൻ വരാണ്ട് ഇങ്ങോട്ട് തന്നെ. ആയിക്കോട്ടെ. ഏത് മോഡലാണ് കണ്ടുവച്ച് പോകണം? അല്ല, ആയിട്ടില്ല. ഇൻഷാ അള്ളാ വരണ്ടില്ലേ മിസ്സിരിയെ? ശരിക്കും അത് മിസ്സിന് നാണിച്ചു. പഠിച്ചവനെ ഉമ്മ എന്തൊക്കെയാ പറയുന്നത്? ഉമ്മ അവൾക്ക് നാണാവട്ടോ. ആ, അതെ, എന്തായാലും ഇൻഷാ അള്ളാ കുറച്ച് ദിവസത്തിനുള്ളിൽ ഞങ്ങൾ ഇങ്ങോട്ട് വരും. മിസ് മോളെ കണ്ടക്കണപ്പോ കണ്ടച്ച് പോണ. ഉമ്മ എന്തേ പറയുന്നത്? അതൊന്നും വേണ്ട. അല്ല മോളെ, ഒന്ന് നോക്കട്ടെ. കുറച്ച് ഇങ്ങോട്ട് മോഡൽ എടുത്താണ് നോക്കട്ടെ. വലിയതിനും എന്നാലറ്റ ഉറപ്പ് മാണേനും എന്നാലറ്റ കാണാൻ രസമാണ്. അങ്ങനത്തെ സൈസ് ഇട്ടാ. ഇപ്പോഴത്തെ പിന്നെ ഒരു റോസ് ഗോൾഡ് ഉണ്ടല്ലോ, പറ്റ അങ്ങോട്ടൊരു നൂല് പോലത്തെ. എനിക്കെന്താ അറിയില്ല, റോസ് ഗോൾഡിനോട് വലിയൊരു ഇതില്ല. അതും ആ 18 ക്യാരറ്റ് അല്ലേ? അപ്പം അതിൻ്റേതായിട്ടുള്ള രീതിയിൽ. പക്ഷേ കുട്ടികൾക്കൊക്കെ ഉറപ്പൊക്കെ ഉണ്ടാവും. ആ, ഞമ്മക്ക് പൊന്നെ മതി. തൽക്കാലം വെള്ളിപ്പെടുത്തിയില്ലേ ഷാമോനെ? അത് പോരടാ, നോക്കിക്കേ. ആ ഉമ്മ മതി. ഉമ്മക്ക് തന്നെ നല്ല സെലക്ഷൻസ് ഉണ്ടല്ലോ. മിസിരിയെ മോളെ, ഒരു മോതിരം എടുത്തോ. ചെല്ല്, മോതിരോ വള എന്താ വെച്ചാൽ വണ്ടി എടുത്തോ. ഉമ്മ വേണ്ട, അതൊന്നും വേണ്ട. അത് പറഞ്ഞിട്ട് കാര്യമില്ല. എടുത്തോ, എന്തെങ്കിലും ഒന്ന് എടുത്തോ. എനിക്ക് എന്താ ഇഷ്ടമുള്ള വെച്ചാൽ എടുത്തോ. ഇനിയിപ്പോൾ ചെയിന് വേണമെങ്കിൽ അതെടുത്തോ. വേണ്ട, ഒന്നും വേണ്ട. എന്താ മോളെ അങ്ങനെ? അവൾ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിന്നു. എന്നാൽ നുസേബിയും പറഞ്ഞു, മോളെ എടുത്തോ. നുസി, എനിക്ക് വേണ്ടടി. ഉമ്മ, എനിക്ക് ഉള്ളത് തന്നെ ഇടാൻ സമയമില്ല. ഉള്ളത് തന്നെ ഇട്ടിട്ട് ഉമ്മ ഹോസ്പിറ്റലിൻ്റെ കാര്യങ്ങളൊക്കെ ആകുമ്പോഴേ ഗോൾഡൊന്നും ഇടാൻ പറ്റില്ല. എനിക്ക് ഉമ്മ തന്ന കണ്ടമാന സ്വർണ്ണം എൻ്റെ അടുത്തുണ്ട്. അതൊന്നും ഞാനിപ്പോൾ യൂസ് ചെയ്യാറില്ലല്ലോ. ഞാൻ എന്നോട് പറയില്ല നുസി, ഇടയ്ക്കിടയ്ക്ക് ഓരോന്നൊക്കെ ഒന്ന് ഇട്ടോന്ന്. എനിക്ക് ഈ പെൺകുട്ടികളെ മേത്ത് ഒരു പൊന്നുമില്ല, ഞാൻ കാണാൻ ഒരു പൊറുതിയേടാണ്. എനിക്കിങ്ങനെ ഓരോ കൗത്തിനും കാതിനും കൈമലും ഒന്നും ഇങ്ങോട്ട് വേണം. പിന്നെ എനിക്ക് കൗത്തൊക്കെ ഒഴിഞ്ഞ് കിടക്കണ കാണുമ്പോൾ ഒരു പൊറുതിയേടാണ്. പിന്നെ ഈ കണ്ണി കണ്ട മുക്കും പണ്ടും അതും ഇട്ട് നടക്കണം എനിക്ക് ഇഷ്ടമില്ല. നുസിയെ, ഇനിയിപ്പോൾ ഇടുകയാണെങ്കിലും തന്നെ സ്വർണത്തിൻ്റെ ഒരു തരി ഇട്ടോണ്ടി. ഉമ്മ, അതിപ്പോൾ ഈ മെഡിക്കൽ ഫീൽഡിൽ കൈകളിൽ വരെ വള വരെ ശരിക്കും ഇടാൻ പറ്റൂല. ഞങ്ങൾക്കൊരു വാച്ചൊക്കെ ഇടാനേ. പിന്നെ ഗ്ലൗസൊക്കെ ഇടുമ്പോഴും ഇതാക്കുമ്പോഴൊക്കെ ഉമ്മ വളയൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ടാണ് ഞങ്ങളത്. അങ്ങനെയൊക്കെ ഉണ്ടല്ലോ കുഞ്ഞെ ഇതാവുമ്പോൾ. എന്നാലും കൗത്തുക്ക് നല്ല രസമുള്ള മാലയൊക്കെ എടുക്കും. ഞാൻ റോസ് ഗോൾഡ് വേണമെങ്കിൽ എടുത്തോ. കുട്ടികൾക്ക് നിങ്ങൾക്ക് ഇപ്പോൾ ഇനിയിപ്പോൾ അതൊക്കെ എളുപ്പത്തെ കുട്ടികൾക്ക് അതൊക്കെ ഉള്ള ഇഷ്ടം. നല്ല ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളല്ലേ? അതെ, ഇവർക്ക് പറ്റിയ നല്ല ലൈറ്റ് വെയ്റ്റിൻ്റെ കളക്ഷൻസ് ഉണ്ട്. ആ ഒരു ജ്വല്ലറിക്കാരൻ അത് പറഞ്ഞു. എടുത്തോളി. എനിക്ക് പിന്നെ ആയം തന്നെ താല്പര്യം 22 ക്യാരറ്റ്, അതായത് ഇപ്പോഴത്തെ 916. ആ ഒരു പൊന്നിനോട് എനിക്ക് താല്പര്യമുള്ളൂ. ഇപ്പോൾ ഇതാ ഈ 18 ക്യാരറ്റ് 14 ക്യാരറ്റ് എന്നൊക്കെ പറഞ്ഞ് ഓരോന്ന് ഇറങ്ങുന്നുണ്ട്. അതിലൊക്കെ കണ്ടമാനം ചെമ്പ് കൂട്ടും. ഈ ചെമ്പ് കൂട്ടുമ്പോഴാണ് അത് ഈ ഉറപ്പുണ്ടാകല്. അപ്പോൾ പിന്നെ നല്ലതാണൊക്കെ പറഞ്ഞൊക്കെ എനിക്ക് എന്താണെന്ന് ഒരു പിടുത്തില്ല. എനിക്ക് ആ പൊന്നിൻ്റെ മഞ്ഞ കളറ് കാണണം, അതാണ് എനിക്കിഷ്ടം. എനിക്ക് ആ ഒരു റോസ് ഗോൾഡും ഇനിയിപ്പോൾ ഡയമണ്ടും തന്നെ.
ഡയമണ്ടൊക്കെ എല്ലാവരും ഇത്ര ലക്ഷക്കണക്കിന് ഡയമണ്ട് അത് എന്നൊക്കെ പറഞ്ഞേക്കും. എന്നാലും ഇപ്പോൾ ആ കല്ലിൻ്റെ വിലയാണ് ഇപ്പോൾ അത്. എന്താണെന്നാവും എനിക്ക് പൊന്നുമ്മൽ ആണ് എപ്പോഴും പൊന്നാണ് ഞാൻ എടുക്കുള്ളൂ. ഡയമണ്ടൊന്നും എനിക്ക് വലിയൊരു തൃപ്തിയില്ല. ആയിഷുമ്മ ഓരോന്ന് പറയുന്നു. ഉമ്മ ഇപ്പോഴത്തെ പെൺകുട്ടികൾക്കൊക്കെ ഡയമണ്ടാണ്. എടി നുസിയേ, നിങ്ങൾ മാണെങ്കിൽ എടുത്തോളിയേ. അപ്പം ഇനിയിപ്പോൾ റായിലാക്കൊന്നും വേണ്ടി വരും. പിന്നെ ഇനിയിപ്പോൾ എറ്റി നീച്ച് പോകുമ്പോൾ സെമീറാക്ക് അതെന്തെങ്കിലുമൊക്കെ കരുതേണ്ടി വരും. എന്നാൽ ഷമ്മാസ് പറഞ്ഞു, ഉമ്മ ഇനി എന്താ ഉമ്മ ഐഷുവിന് എന്താ മാല വേണമെന്ന് പറഞ്ഞില്ലേനാ? ആ എന്നാലേ ഒരു 4 വയസ്സുണ്ട് കുഞ്ഞതിന്. ആ 4 ആയിട്ടുണ്ടാവും. ആ 4 വയസ്സുള്ള ഒരു പെൺകുട്ടിക്കുള്ള ഒരു മാല തരി. പെൺകുട്ടികൾക്കുള്ള ഏത് രീതിയിൽ ചെയിനായിട്ട് വേണോ? ആ കുഴപ്പമില്ല, അധികം ഇറക്കം വേണ്ട. എന്നാലേ ചെറിയൊരു ലോക്കറ്റ് കൊണ്ടൊരു മാല കൗത്തിൽ കാണാൻ നല്ലൊരു ചുരുക്കുള്ള സൈസ് അതൊക്കട്ടെ. ആ ഇതും ആ വലിയവർക്ക് അവൾക്ക് കുറച്ച് ഇറക്കം കൂടും. ബേബീസിനുള്ള ടൈപ്സിലുണ്ട്. ആ എന്നാൽ കുറച്ചുകൂടെ എടുത്താണ്. എടാ ഷാമോൻ അങ്ങോട്ട് നോക്കാതെ ഇതൊക്കെ എങ്ങനെയുണ്ട്? ആ ഇത് കൊള്ളാമോ, കുഴപ്പമില്ല. ആ എന്നാലേ ഈ ഒരു മാല അങ്ങോട്ട് എടുത്തോളിട്ടാ, അങ്ങ് തരി. ആ അത് എടി നുസിയേ, മിസ്സിരി അങ്ങോട്ട് നോക്കാണ്. മാഷാ നല്ല ഭംഗിയുണ്ടത്. ആ പൊന്നാരൻ്റെ മിസ്സിരിയെ, കുട്ടികൾക്കുള്ള തണ്ട് എടുത്തു, ഐഷുവിനുള്ള മാല എടുത്തു. അല്ല അനക്കൊന്നും മാണ്ടേ? നുസി പറഞ്ഞു പിന്നെ എനിക്ക് മാണ്ട മള്ളേനിടാൻ നേരമില്ല. മണ എടുത്തോലിട്ട് ഞാൻ ഒന്നും പറഞ്ഞില്ല. എടി എനിക്ക് മിസ്സിരിക്ക് എടാ ഷാമോനെ മിസ്സിരിക്ക് പറ്റിയത് ഉമ്മ അവർക്ക് എടുത്തൂടെ? നമ്മളത് എടുത്തു കൊടുക്കേണ്ട ആവശ്യമില്ല. വേണ്ട കേട്ടോ, വേണ്ട, എനിക്കിപ്പോൾ വേണ്ടായിട്ടാണ്. ഞാൻ എങ്ങോട്ട് പോകാൻ അതൊക്കെ ഇട്ട് അങ്ങനെ പറഞ്ഞാൽ പറ്റൂല എന്ന് പറഞ്ഞിട്ട് അതാ ഉമ്മ എന്നാൽ മിസ്സിരി എനിക്ക് ഇനിയിപ്പോൾ എന്താ വേണ്ടത്? എനിക്കൊരു ചെയിന് വേണം എടുക്കുക, വളി എടുക്കുക, മോതിരം എടുക്കുക, എനിക്ക് എന്താ ഇഷ്ടമുള്ള എടുക്കുക. ഉമ്മ എന്നാൽ എനിക്ക് ചെയിനും ഒന്നും വേണ്ടമ്മ, ഞാൻ ഒരു മോതിരം എടുത്തോളാം സിമ്പിളായിട്ട്. ആ ഇപ്പോഴത്തെ കുട്ടികളെ കുഴപ്പതാണ്, സിമ്പിളേ പറ്റുള്ളൂ. അതിൽ നിന്ന് വളരെയധികം തൂക്കം കുറഞ്ഞ് ഏറ്റവും സിമ്പിളായിട്ടുള്ള ഒരു കല്ല് പതിച്ച ഒരു ഡയമണ്ട്സിനുണ്ട് ഒരുപാട് കളക്ഷൻസ് ഇട്ടോ എന്ന് പറഞ്ഞ് ആ ബോക്സ് അവളുടെ മുമ്പിൽ വെച്ചു. ആ എന്നാൽ അത് എടുത്തോ, കുട്ടികൾക്കൊക്കെ ഇപ്പോൾ ഡയമണ്ടല്ലേ ഇഷ്ടം, മറ്റേ മാതിരി പൊന്നൊന്നല്ലല്ലോ വയസ്സന്മാരെ മാതിരി. ആ ഡയമണ്ട് അയച്ചാൽ ഡയമണ്ട് എടുത്തോ, പക്ഷേ ഇടിജ് എടുത്തോ നുസിയെ? എനിക്ക് വേണ്ടായിട്ടാണ് ഇപ്പോൾ. അങ്ങനെ അതാ മിസ്സിരി നിർബന്ധപ്രകാരം അത് മിസ്സിരി എടുക്കുന്നു. അത് അവളുടെ മനോഹരമായ ആ വിരലുകളിൽ ആ ഒരു ഡയമണ്ട് മോതിരം പതിപ്പിച്ചപ്പോൾ അതിട്ടപ്പോൾ അവളുടെ കൈകൾക്ക് വളരെയധികം ഭംഗി തോന്നി, വട്ടി തിളങ്ങണ പോലെ. ഓ എൻ്റെ കുട്ടിയെ, അതെ ഏതായാലും ഇപ്പോൾ കുഞ്ഞുവിൻ്റെ എന്നെയും കല്യാണത്തിന് നമുക്ക് കുറച്ചൊക്കെ മാങ്ങണത്. ഇതിപ്പോൾ ഉമ്മാൻ്റെ ഒരു പൂതിക്ക്. ഉമ്മ ഇനി കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ റുക്യാത്താക്ക് ഒരു വളയായിരുന്നു കൊടുത്തിരുന്നത്. ഇനിയിപ്പോൾ ഇവർ ആവുമ്പോഴേ അവിടെ റാഹിലിയുണ്ട്, റുക്യാത്തിയുണ്ട്. അവരാകുമ്പോൾ പൊന്നു മോനെ ഓൽക്ക് പൈസ കൊടുക്കേക്കാരം നല്ല അതേക്കാരം ഓൽക്ക് ആവശ്യം. ഇനി പൊന്നിപ്പോൾ ഇനി വേണം ചോദിച്ചാൽ ഓലോട് വേണമെങ്കിൽ ചോദിക്കുക. ഇനിയിപ്പോൾ ഒരു പവൻ ഒരു അരപ്പവനീച്ചെങ്കിലും ഒന്ന് ഇട്ട് കൊടുക്കാൻ. ഏതായാലും പാർപ്പരുത്താക്ക് 10,20,000 റുപ്യ കൊടുക്കണമല്ലോ. അപ്പോൾ ആ കണക്കിന് പൈസ വേണോ അതോ ഇനി എന്തെങ്കിലും പൊന്നും മണ്ടും വേണം നമുക്ക് ചോദിക്കാം. അതിനനുസരിച്ച് പൈസ കൊടുക്കുക. അതിനനുസരിച്ച് കൊടുക്കാതായിരിക്കും നല്ലത് കേട്ടാ. ആയിക്കോട്ടമ്മ, എന്നാൽ മക്കളത് ബില്ല് കൂട്ടിക്കോളി. അല്ല ഇഷുമ്മ ഇത് മതി, ഒന്നെന്താ ഇത്ര കുറച്ച്? പൊന്നാര മക്കളെ വരാൻ നിൽക്കണ്ടേ, ഇതാ പുതിയണ്ണൻകുട്ടിനായിട്ട് ഞാൻ വരും ഇങ്ങോട്ട്. ആയിക്കോട്ടെ എന്നാൽ. അങ്ങനെ അതാ ആ 2 കൂട്ട് വെള്ളിയുടെ സെറ്റുകളും അതാ ഐഷുമോൾക്കുള്ള മാലയും അവർ വാങ്ങി. അല്ല പെറ്റിച്ച് പോകുമ്പോഴേ നമ്മളെ സെമീറാക്ക് ഇനിയിപ്പോൾ എന്തെങ്കിലും പുതിയ ഒരു പൊന്നെ ഓൾക്ക് ഉണ്ട് പഴയത്, പക്ഷെ എന്നാലും എന്നാൽ മിസ്സിലിൻ്റെ അങ്ങനത്തെ ഒരു മോതിരം എടുക്കുകയെ അത് ചോദിച്ചിട്ട് എടുക്കല്ല. ഇനിയിപ്പോൾ ചിലപ്പോൾ എല്ലാം കൂടി ആകുമ്പോൾ ഉമ്മാൻ്റെ ഇഷ്ടം പോലെ ചെയ്തോളി. എന്താണെന്ന് വെച്ചാൽ അങ്ങനെ എന്നാലേ ഇതാണ് കണക്ക് കൂട്ടിക്കോളി. ബാക്കി നമുക്ക് എന്നാൽ പിന്നാക്കാം. ഞങ്ങൾക്ക് ഡ്രസ്സും തുണിയും കുപ്പായൊക്കെ എടുക്കാൻ വരണമല്ലോ, അപ്പാക്കാം. അതെന്നാലാണ്ട് കൂട്ടിക്കോലിട്ടാ. ആയിക്കോട്ടമ്മ. അങ്ങനെ അത് കണക്ക് കൂട്ടുന്നു. ഷമ്മാസിന് ബില്ലും കാര്യങ്ങളും എല്ലാം കൊടുത്തു. ഓക്കെ. അപ്പോൾ ഗൂഗിൾ പേ അല്ലേ ഷമ്മാസ് അതാ കൊടുക്കാൻ നിന്നപ്പോഴേക്കും ഉമ്മ പറഞ്ഞു, പൊന്നാര മോനെ അവിടേക്ക് ഞാൻ കൊടുത്തോളാം, എൻ്റെ ഇതിലുണ്ടാവും, എൻ്റെ അക്കൗണ്ടൊക്കെ പൈസ വരുന്ന പൈസയും കാര്യങ്ങൾക്ക് ഇതിലുണ്ടാവും, ഇതാണ് പിടിച്ചോ എന്ന് പറഞ്ഞ് ഉമ്മ വേണ്ട ഞാൻ വാങ്ങിക്കോളാം. അത് വെള്ളിയല്ലോ ഉമ്മ, അതിനകത്തൊന്നും ഇല്ലല്ലോ. വെള്ളിയുണ്ട്, ആ കുട്ടിക്കൊരു പവൻ്റെ മാല നമ്മൾ വാങ്ങിക്കണില്ലേ. അല്ല ഇതിപ്പോൾ ഗൂഗിൾ പേ അങ്ങനെ ഒന്നായിട്ട് പോവുമോ? ഒന്ന് ചോദിച്ചു നോക്കുക കുഞ്ഞേ. കയ്യിലാണ് ഞാൻ പൈസ കരുതിയിട്ടുമില്ല, പെരയിലുണ്ട് അതിന് പൈസ, കയ്യിൽ ഞാൻ കരുതിയിട്ടില്ല. ഒന്ന് ചോദിച്ചേക്കാണ് ഉമ്മാൻ്റെ കുട്ടി. അത് എന്നാ ഉമ്മ ഞാൻ ഇന്ത്യയിൽ നിന്ന് പകുതി കൊടുത്തോളാം. അങ്ങനെ ഐഷുമ്മയും ഷമ്മാസും കൂടെ അവരിൽ നിന്ന് ക്യാഷ് കൊടുക്കുന്നു. മോനെ ഷാമോനെ പെരയിൽ ചെന്നിട്ട് എൻ്റെ പൈസ ബാക്കി തരട്ടാ. എന്തോ ഉമ്മ നിങ്ങൾക്ക്
അതിപ്പോൾ എന്താ ഞാൻ വാങ്ങിയാലും നിങ്ങൾ വാങ്ങിയാലും അത് എൻ്റെ ഒരു നെയ്യത്ത്, എൻ്റെ മനസ്സത്തെ നെയ്യത്ത്. ആ കുട്ടിയാക്കാണ്ട് പോകുമ്പോഴേ എന്തെങ്കിലും ഒന്ന് ഇട്ട് കൊടുക്കാൻ അത് ഉമ്മാൻ്റെ മനസ്സത്തെ നെയ്യത്താണ്. അത് അതിനത്രയൊന്നും ഇല്ലല്ലോ. ഇപ്പോൾ പൊന്നിനാണ് ഇപ്പോൾ വില വന്നത്. ബാക്കി വെള്ളിക്കൊന്നും ഇപ്പോൾ അതിനത്ര ഇല്ലല്ലോ, എന്നാലും കൂടിയിരിക്കണം തന്നെ പറഞ്ഞത്. അങ്ങനെ അതാ മിസിരിയുടെ ആ ഒരു മോതിരത്തിൻ്റെ വലിയ മടക്കം കൊടുക്കുന്നു. ശരിക്കും മിസ്സി പറഞ്ഞു, ഉമ്മ നുസി ഇതിപ്പോൾ ഇതിൻ്റെ പൈസ പിന്നെ ഞാനിന്ന് ഇക്കാക്കാനോട് എന്തിനെ ഇതേ എനിക്ക് സമ്മാനമായിട്ട് തന്നാണ്, അല്ലാതെ ഇജിപ്പോൾ ഇത്രയും നേരം ഈ കുട്ടീനെ എത്ര എടുത്തുകൊണ്ട് നടക്കണം. നവാസിൻ്റെ കുട്ടീനെ എടുക്കുന്ന ചുമതല മുഴുവനും കുളിപ്പിച്ചുന്നതും അതിനെ നന്നാക്കലും പിടിച്ചലൊക്കെ ഈ തന്നെയല്ലേ. അപ്പോൾ പിന്നെ എന്താ ഈ കുട്ടിയെ പറയണത്? എനിക്ക് തോന്നുന്നു തിന്നാൽ പോരാ, അവിടെയൊക്കെ ഞാൻ തരാം. ഞാനേ ഒന്നാണ്ട് കല്യാണമൊക്കെ ഒന്നുകൊണ്ട് ഉറക്കട്ടെ, മറ്റേ നമുക്കൊരു ഇടങ്ങാറല്ലേ കാരം. ഇൻഷാ അല്ലാ നമുക്കൊക്കെ റെഡിയാക്കി എടുക്കണം. എന്നാൽ ഐഷമ്മയുടെ മനസ്സിൽ വല്ലാത്ത സന്തോഷമാണ്. അങ്ങനെ പഠിച്ചോനെ നേരെ ഇരുട്ടയക്കണല്ലോ. അങ്ങനെ അവർ അന്ന് ഒട്ടേറെ വൈകിയാണ് പുത്തൻവീട് തറവാട്ടിലേക്ക് എത്തിയത്. സമീർ ആകപ്പാട് ടെൻഷനായിരുന്നു. പിന്നെ ഫസീലത്ത് ഉണ്ടായതുകൊണ്ടും വലിയൊരു ആശ്വാസം. റുക്യാത്ത അന്ന് കുളിപ്പിക്കലും എല്ലാം കഴിഞ്ഞ് കുറച്ച് നേരത്തെ തന്നെ പോയിരിക്കുന്നു. സമയം അല്പം വൈകിട്ടാണ് ഷമ്മാസിൻ്റെ കാർ നേരെ നമ്മുടെ പുത്തൻവീട് തറവാട്ടിലേക്ക് എത്തിയത്. എന്നാൽ ഐഷുമ്മ ഇല്ലാത്ത വീട് സമീറാക്കും വല്ലാത്തൊരു പൊറുതികളുണ്ടായിരുന്നു. അതുമാത്രമല്ല മിസിരി നുസൈബൊക്കെ പോയതല്ലേ, അതുകൊണ്ട് തന്നെ. എന്നാൽ ഐഷു വാഹനത്തിൻ്റെ ഹോൺ കേട്ട് ഉമ്മച്ചി അവർ വന്നു എന്ന് പറഞ്ഞ് ഓടിയെത്തി. അങ്ങനെ ഐഷുമ്മ കാറിൽ നിന്ന് ഇറങ്ങി. വീട്ടിലേക്ക് വേണ്ട സാധനങ്ങളും പലഹാരങ്ങളും ഒക്കെ ഐഷുമോൾക്കും കുഞ്ഞുങ്ങൾക്കും നവാസിൻ്റെ മക്കൾക്കൊക്കെയുള്ള എല്ലാ ഫുഡും സാധനങ്ങളും എല്ലാം വാങ്ങിയിട്ടുണ്ട്. എല്ലാവരും സന്തോഷത്തോടു കൂടി അത് കഴിക്കുന്നു. ഐഷുമാക്കും വല്ലാത്ത റാഹത്തായി. ഐഷുമ്മ നേരെ കോലായിൽ വന്നിരുന്നു. അല്ലാ അൽഹംദുലില്ലാ, പടച്ച റബ്ബേ അല്ലാ. ഏതായാലും എന്നാൽ സമീറ വന്നു. ഉമ്മ ഫസീലയും ഓടിയെത്തി. നവാസ് പുറത്തു പോയതായിരുന്നു, അവൻ വന്നിട്ടില്ലായിരുന്നു. ഉമ്മ എന്തായി, കോളേജൊക്കെ കണ്ടോ? ആ മോളെ പൊന്നാര പഠിപ്പേ, എൻ്റെ നുസി പഠിച്ചുന്ന കോളേജും കാര്യങ്ങളും ഡോക്ടർമാരും ഓള് ചികിത്സിക്കണേ വരെ ഞാൻ കണ്ടു. അൽഹംദുലില്ലാ റാഹത്തായി. എൻ്റെ കുട്ടി ഇനിയിപ്പോൾ പ്രാക്ടിക്കലിനൊക്കെ പോയിക്കോട്ടെ, കാരണം കുറേയൊക്കെ പഠിച്ചില്ലേ. എൻ്റെ കുട്ടി അങ്ങനെ ഇങ്ങനെ കേൾക്കാണ്ട് ഇനി പഠിച്ചട്ടെ, ഇനി ഓൾ ഡോക്ടർ കേൾക്കാണ്ട് തിരിച്ചു വരുവോളം ഓൾക്ക് പെരീത്ത് പണിയും കാര്യങ്ങളൊന്നും ഞാൻ കൊടുക്കൂല. ശരിക്കും ഐഷുമ്മയുടെ മനസ്സിൽ അതായിരുന്നു ആഗ്രഹം. കാരണം ഓൾക്ക് വീട്ടിലത്തെ കാര്യം നോക്കണം, അതിൻ്റെ ഇടയിൽ വീട്ടിൽ ഓരോരുത്തർക്ക് വയ്യാതായാലും അതാതായാലും അങ്ങനെ പ്രശ്നം ഇങ്ങനെ പ്രശ്നം. ഇനി എൻ്റെ നുസി എന്ത് തന്നെ വന്നാലും എൻ്റെ നുസിയെ ഇനി തിരിഞ്ഞ് നോക്കണ്ടട്ടാ, ഇനി ഞാൻ നോക്കിക്കൊണ്ട് ഒക്കെ ഐഷുമ്മ അങ്ങനെ പറഞ്ഞു. എല്ലാവരും സന്തോഷത്തോടെ ഐഷുമ്മയുടെ വർത്തമാനങ്ങളൊക്കെ കേട്ടു. പിന്നെ പൊന്നാര മക്കളെ, വേറൊരു കാര്യം കൂടി നമുക്ക് പറയാണ്ട്, സന്തോഷ വാർത്ത ഉണ്ട്. ഇൻഷാ അല്ലാ നമുക്ക് പറഞ്ഞിപ്പോൾ നാളെ ഒരു വഴിക്ക് പോകാണ്ട്. നാളെ നമുക്ക് വലിയൊരു വീട് കാണാൻ പോകാണ്ട്, ഇതുവരെ കണ്ടിട്ടില്ലാത്ത വീട്. ആ വീടിൻ്റെ ഉള്ളും പരിസരവും ഒക്കെ ഒന്ന് കാണണം പോയിക്കാണ്ട്. എന്നാൽ അപ്പോഴേക്കും റാഹില പറഞ്ഞു, ഉമ്മ എന്ന ഭക്ഷണം എടുത്ത് വെക്കട്ടെ, മോളെ ഒന്നങ്ങോട്ട് ഫ്രഷ് ആകട്ടെ. നിസ്കാരം അവിടുന്ന് ഇവിടുന്നൊക്കെ ആയിട്ട് കഴിച്ചിക്കണേ. ഇതിപ്പോൾ ഏതായാലും യാത്രക്കാരായ സ്ത്രീകൾക്ക് നമസ്കരിക്കാനുള്ള പള്ളി അവിടെയും ഇവിടെയൊക്കെ ഉണ്ടായതുകൊണ്ടേ അതങ്ങനെയൊക്കെയാണ് കഴിഞ്ഞു പോയിക്കണ്. എന്നാലും ഇപ്പോൾ നമ്മൾ യാത്ര കഴിഞ്ഞ് വന്നാൽ ഒന്നുണ്ട് ഒരു കുളി കുളിച്ചണമല്ലോ, എന്നാലാണ് റാഹത്ത്. ഞാൻ ഒന്ന് പോയി കുളിച്ചട്ടെ. എന്നാൽ ഉമ്മ പറഞ്ഞു, എൻ്റെ കുട്ടികളെ കാണാൻ ഞാൻ ഇപ്പോൾ വരുന്നില്ല, ഞാൻ ഒന്നുണ്ട് വേലകട്ടെ, എന്നിട്ട് ഡ്രസ്സൊക്കെ ഒന്ന് മാറിയിട്ട് വരാം കേട്ടാ. എൻ്റെ കുട്ടികൾ അവിടെ തന്നെ കാത്തുക്കുണ്ടാവും. അതേ സമീറയുടെ ഇരട്ടക്കുട്ടികളെ കുറിച്ചാണത് പറഞ്ഞത്. എന്നാൽ ഐഷുവിനെ കുറച്ച് കൊഞ്ചിച്ചു. ഉമ്മമാനെ മേത്തേ ചീച്ചുണ്ട്, ഉമ്മമ്മ ഒന്ന് കുളിച്ച് വന്നാട്ടെട്ടാ, എന്നിട്ട് കാര്യങ്ങളൊക്കെ പറയാം. അങ്ങനെ ഐഷുമ്മ ഫ്രഷ് ആകുവാൻ വേണ്ടി പോയി. ഫ്രഷായി തിരിച്ചു വന്നു. എൻ്റെ റബ്ബേ, എൻ്റെ കുട്ടികളെ പൈത മക്കളൊന്ന് കണ്ടാട്ടെ. എവിടെ എൻ്റെ കുട്ടികൾ? പഴച്ച തമ്പുരാനേ, ഉമ്മമാൻ്റെ കുട്ടികൾ എവിടെ? ഉമ്മമാരുടെ കുട്ടികൾ ഇവിടെ ഇങ്ങനെ ഇരിക്കുക അല്ലേ? ഇന്നെ കാത്തിരിക്കുക. ഇനി ഈ കുഞ്ഞിക്കാൽമലൊക്കെ വെള്ളിത്തണ്ടിടണം, വെള്ളിമാലിടണം, അരിക്ക് വെള്ളിൻ്റെ ചെയിന് വാങ്ങിക്കണം ഉമ്മമ്മ, അതൊക്കെ ഉണ്ടേ. നമുക്ക് നാളെ കുളുകുളു വെച്ചിട്ട് കെട്ടട്ടാ. അതെ, 40 കഴിഞ്ഞിട്ട് ആൺകുട്ടികളാകുമ്പോൾ 39 വിളിച്ചും പെൺകുട്ടികളുടെ 40 അങ്ങനെയൊക്കെ ഒരു ഇതാണല്ലോ. അതൊന്നും നമുക്കിപ്പോൾ നോക്കണ്ട, അപ്പോൾ നമുക്ക് പറ്റുമ്പോൾ കെട്ടാം. എന്നാൽ ഉമ്മ ഉമ്മയുടെ ആ ബാഗ് തുറക്കുന്നു. മക്കളെ വരി. അങ്ങനെ ഐഷുവും കൂടെയുണ്ട്. സെമിയ എങ്ങോട്ട് നോക്കാടി?
അല്ലാ ഇതെന്താ പഠിച്ചോനെ. അതെ, 2 പെട്ടികളിലായിട്ട് 2 കുട്ടികൾക്കുള്ള വെള്ളി ആഭരണങ്ങൾ, അതായത് അരയിലേക്കുള്ളതും കാലിലേക്കുള്ളതും കഴുത്തിലേക്കുള്ളതും ഒക്കെ കയ്യിലേക്കുള്ളതൊക്കെ ആയിട്ട്. സത്യം പറഞ്ഞ സെമീറയുടെ മനസ്സ് വല്ലാതെ സന്തോഷിച്ചു. മാഷാ അല്ലാ, അൽഹംദുലില്ലാ. എന്നാൽ ഐഷു കുറച്ച് സങ്കടത്തോടു കൂടി ഐഷുമ്മയെ നോക്കി. കുഞ്ഞുവാവക്ക് ഉണ്ടല്ലേ, അപ്പോൾ എനിക്ക് ഇല്ലല്ലോ? എനിക്കുണ്ടല്ലേ ഉമ്മമ്മ, ഇതേ മുത്തുമാല എൻ്റെ കഴുത്തിലുണ്ടല്ലോ അല്ലേ എന്ന് പറഞ്ഞ് ആ കുട്ടി തന്നെ സ്വയം പറഞ്ഞു. എന്നാൽ ഐഷുമ്മക്ക് അത് കണ്ടപ്പോൾ കണ്ണുകൾ നിറഞ്ഞു. റബ്ബേ, ഉമ്മ ഇല്ലാത്ത കുട്ടിയാണ് റഹ്മാനെ, അതിനൊരിക്കലും വേദനിപ്പിക്കാൻ പാടില്ല കേട്ടോ, പടച്ച റബ്ബ് കാണും. ഉമ്മമാരെ കുട്ടിക്ക് ഈ മുത്തുമാലഞ്ഞ് മാണ്ടല്ലോ. അപ്പോൾ ഐഷുവിന് മാല ഇല്ലാതാവൂലേ? സാരല്ലല്ലേ ഉമ്മമ്മ, ഇതാ ഉമ്മാൻ്റെ പൊന്നു മോൾക്ക് എന്ന് പറഞ്ഞ് ഗിഫ്റ്റായിട്ട് അത് അവളുടെ കൈകളിൽ ആ ഒരു പെട്ടി കൊടുത്തു. അവൾ അത് ആകാംക്ഷയോടെ തുറന്നു. അതിനുള്ളിൽ അതാ നല്ല ചുവന്ന കളറുള്ള ആ ഒരു കടലാസ്, അതെ നല്ല കടും പിങ്ക് കളറിലുള്ള. ഇതെന്താ അങ്ങനെ? അതാ അത് തുറന്നപ്പോൾ അതിനുള്ളിൽ നല്ലൊരു സ്വർണ്ണമാല. ശരിക്കും സമീർ അത് കണ്ട് അത്ഭുതപ്പെട്ടു. മാഷാ അല്ലാ, മോളെ ഐഷു, ഉമ്മ ഇത്. അതെ, ഐഷുവിനുള്ളതാണ്. എന്താ പറയുക, ആ കുട്ടിയൊക്കെ കൊണ്ടുവരുമ്പോൾ ഇത് കാണും. നവാസിന് കുട്ടിയൊക്കൊന്നും പിന്നെ അതിൻ്റെ ആവശ്യമില്ല. ഓൾക്ക് പിന്നെ കണ്ടമാനം പണ്ടും ഇതൊക്കെ ഉണ്ടായതുകൊണ്ട് ഓൾക്ക് ഇടക്കിടക്ക് മാങ്ങലും ഇതും ആയതുകൊണ്ട് അതിമൊരിതില്ല. എന്നാൽ ഐഷുവിന് ആ സ്വർണ്ണമാല കിട്ടിയപ്പോൾ വല്ലാത്ത സന്തോഷം. അത് നുസൈബ് തന്നെ അവളുടെ കഴുത്തിലിട്ട് കൊടുക്കുകയും ചെയ്തു. മാഷാ അല്ലാ, എത്ര ഭംഗിയുണ്ട്, നല്ല ഭംഗിയുണ്ട്. ഇട്ട് നമുക്ക് ഈ മുത്തുമാല വേണ്ട കേട്ടോ. ആയിക്കോട്ടെ. അവൾ സന്തോഷത്തോടു കൂടി അവൾ ഫോൺ എടുത്തു. അതെ, സമീറുടെ ഫോണിലെടുത്തു. അപ്പോൾ തന്നെ ഒരു സെൽഫി എടുത്തിട്ട് നേരെ ഫൈസി ഉസ്താദിന് വിട്ടുകൊടുത്തു. എന്നാൽ ഫൈസി ഉസ്താദ് അന്ന് പള്ളിയിൽ ഫുഡെല്ലാം കഴിച്ച് അവിടെ ഇരിക്കുന്ന സമയമാണ്. അപ്പോഴാണ് സമീറയുടെ നമ്പറിൽ നിന്ന് ഒരു ഫോട്ടോ വന്നത്. ഐഷു അല്ല ഇപ്പോൾ ഇത്? ആ നിമിഷം തന്നെ അതാ അദ്ദേഹം വീഡിയോ കോൾ ചെയ്തു. വീഡിയോ കോൾ ചെയ്തപ്പോൾ തന്നെ ഐഷു ഫോൺ എടുത്തു. ഉപ്പച്ചി, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം മോളെ, ഇതിപ്പോൾ എന്താ? ഉപ്പച്ചി കണ്ടോ മാല? ആഹാ, ഇത് ആരുടെ മാലയാണ്? ആരെ മാല മോളിട്ടത്? അതെ, എനിക്ക് ഉമ്മമ്മ കൊണ്ടുവന്ന മാലയാണ്. മാഷാ അല്ലാ, ഇത്ര നല്ല മാലയോ? നല്ല രസമുണ്ട് കേട്ടോ, നല്ല മാല കേട്ടോ, മാഷാ അല്ലാ. ഉസ്താദ് അത് ഐഷുവിന് ഉസ്താദ് സന്തോഷിപ്പിച്ചു. ഉസ്താദിനത് കണ്ടപ്പോൾ കണ്ണുകൾ നിറഞ്ഞു. ആ നിമിഷം തന്നെ എവിടെ ഉമ്മച്ചി, ഉമ്മച്ചിനകത്ത് കൊടുത്തേ. ഹലോ, ആ അയക്ക. അതെ, അത് ഉമ്മ വന്നപ്പോഴേ കുട്ടികൾക്ക് തണ്ടയും മാലയൊക്കെ അതും കൊണ്ടു നിൽക്കണ്. ഇത് കണ്ടില്ലേ, വെള്ളിൻ്റെ ആൺകുട്ടികൾക്ക് പറ്റിയത് ആണോ? മാഷാ അല്ലാ. ഐഷുവിനു സ്വർണം കിട്ടിയോ? ഓ, ആ അപ്പോൾ ഐഷു പെൺകുട്ടിയായത് ഭാഗ്യല്ലേ, ഐഷുവിന് സ്വർണ്ണമാലയൊക്കെ കിട്ടിയിട്ടുണ്ടല്ലേ. അതെ ഒപ്പച്ചി, എനിക്ക് സ്വർണ്ണമാല കിട്ടിയിട്ടുണ്ട്. സന്തോഷത്തോടെ അതെ ഫൈസി ഉസ്താദിനോട് പറഞ്ഞപ്പോൾ ഫൈസി ഉസ്താദിന് സത്യം പറഞ്ഞാൽ വളരെയധികം സന്തോഷമായി. അല്ലാ റബ്ബേ, ഈ ഐഷുമ്മാൻ്റെ ഒരു കാര്യം, അവിടെ പ്രസവിച്ച് കിടന്നതും പോലെ പ്രസവവും കാര്യങ്ങളും എല്ലാം നടത്തുന്നതും പോരാത്തതിന് കുട്ടികൾക്കുള്ള ആഭരണങ്ങൾ വരെ ഐഷും ഉണ്ടാക്കി. റഹ്മാനെ, അള്ളാഹുവേ, അവർക്ക് നീ ദീർഘായുസും ആഫിയത്തും പ്രദാനം ചെയ്യ റഹ്മാനെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. ഫൈസി ഉസ്താദ് പറഞ്ഞു, മക്കളെ ഞാൻ നാളെ വരാട്ടോ, ഒക്കെ കാണാൻ വേണ്ടിയിട്ട്. ആ ആയിക്കോട്ടെ ഉപ്പച്ചി. അതെ, നമ്മൾ പോകാനാകുമ്പോഴത്തേന് ഉമ്മമ്മ അതൊക്കെ നമുക്ക് വാങ്ങി തന്നിക്കണ്. എന്നാൽ അത് കേട്ടപ്പോൾ ഐഷുമ്മ പറഞ്ഞു, പൊന്നു മക്കളെ, നിങ്ങൾ പോകാൻ വേണ്ടിയിട്ടല്ല കേട്ടോ, നിങ്ങൾ എപ്പോഴും ഇവിടെ നിൽക്കാൻ വേണ്ടിയിട്ടാണ് ഉമ്മമ്മ അതൊക്കെ വാങ്ങി തന്നത്. ഉമ്മാൻ്റെ അടുത്തേക്ക് വരണം കേട്ടോ, പോയാലോ മറക്കരുത് കേട്ടോ. നമ്മൾ ഈ വീട്ടിൽ നമ്മളിങ്ങനെ എല്ലാവരും കൂടി നിൽക്കുമ്പോഴല്ല അതിൻ്റെ സന്തോഷം. എല്ലാവരും നല്ല രീതിയിൽ നിൽക്കുമ്പോൾ എന്ത് സന്തോഷം അമ്മമ്മക്ക് എന്നോ. എനിക്ക് നിങ്ങൾ അങ്ങോട്ട് വിടാനൊന്നും പോകുന്നില്ല, നിങ്ങൾ ഇവിടെ നിന്നോളി മക്കളെ. സന്തോഷത്തോടെ കൂടെ ഐഷമ്മ അത് പറയുമ്പോൾ പറഞ്ഞു, എനിക്കിവിടെ നിൽക്കുന്ന ഇഷ്ടം, അവിടെ ആരുമില്ല. ഇനി മോളെ അവിടെ ആളുണ്ടല്ലോ, നിനക്ക് 2 കുഞ്ഞനിയന്മാരെ പഠിച്ചോൻ തന്നിക്കണ്. ഇനിയിപ്പോൾ ആളും പാളക്കായി കണ്ടില്ലേ, എൻ്റെ പൊന്നും മോൾക്ക് 2 അനിയന്മാരെ തന്നില്ലേ. അതെ, അത് ശരിയാണ് ഐഷമ്മ. ശരിക്കും ആ കുട്ടിക്ക് പക്വതയാർന്ന ഒരു സംസാരമായിരുന്നു. എന്തെന്നറിയില്ല, എല്ലാം കണ്ട് എല്ലാവർക്കും സന്തോഷം പങ്കിട്ടപ്പോൾ അത് ഐഷമ്മയുടെ മനസ്സിൽ വല്ലാത്തൊരു സന്തോഷം. എന്നിട്ട് നേരെ റാഹിലയുടെ അരികിലേക്ക് പോയി. മോളെ റാഹില. ആ ഐഷമ്മ. മോൾക്ക് ഇനിയിപ്പോൾ എന്താന്നാ, ഞാനിപ്പോൾ എന്തെങ്കിലും പൊന്ന് വാങ്ങുക അല്ലെങ്കിൽ എനിക്ക് ഇത്രയും ദിവസം നിന്നുള്ള പൈസ തരുമെന്ന് വിചാരിച്ചു കണ്ട് ഞാൻ ഒന്നും വാങ്ങിയിട്ടില്ല. അതൊന്നും വേണ്ട. അല്ല, അത് പറഞ്ഞാൽ പറ്റൂല.
അല്ല മോൾക്ക് എന്താണ് വേണ്ടത് പറ, മോൾക്ക് എന്തെങ്കിലും സ്വർണ്ണമായിട്ട് മതിയോ അതോ പൈസ ആയിട്ട് മതിയോ? എന്നാൽ റാഹില പറഞ്ഞു, ഒന്നും വേണ്ട, എനിക്ക് നിങ്ങളിവിടെ ജീവിക്കാനുള്ളൊരു ഇടം തന്നല്ലോ, എനിക്ക് അത് തന്നെ മതി, അല്ലാതെ ഒന്നും വേണ്ട എനിക്ക് ഐഷുമ്മ. ഇങ്ങനൊരു സ്ഥലം എനിക്ക് നിങ്ങൾ തന്നല്ലോ, ഇങ്ങനൊരു സ്ഥലവും ഇങ്ങനെ ഇവിടെ ജീവിക്കാനുള്ള ഭക്ഷണവും എല്ലാം നിങ്ങൾ തന്നല്ലോ, അതിനേക്കാളും വലിയതായിട്ട് ഒന്നുമില്ലല്ലോ ഐഷുമ്മ എന്ന് റാഹില പറഞ്ഞപ്പോൾ പറഞ്ഞു, അത് പറഞ്ഞിട്ട് കാര്യമില്ല മോളെ, അതൊക്കെ ഇൻഷാ അല്ലാ ഞമ്മക്ക് നല്ല മട്ടത്തിന് എന്താ വെച്ചാൽ കാട്ടാ. ഏതായാലും ഒരു 10-60 ആകട്ടെ കേട്ടോ, അതുവരെയെങ്കിലും നിങ്ങളൊന്ന് സഹകരിക്കണം കേട്ടോ ഉമ്മ. അതിന് ഇനിയിപ്പോൾ ഇവിടുന്ന് വിട്ടാലും ഞാൻ എങ്ങോട്ട് പോകാനാ, ഞാൻ ഇവിടെ ഒരു ജോലിക്കാരിയായിട്ട് നിന്നോളാം എന്നും റാഹിലിയുടെ വാക്കുകൾ കേട്ട ഉമ്മ പറഞ്ഞു, മോളെ അങ്ങനെയൊന്നും വേണ്ട, എനിക്ക് ഉമ്മക്ക് അതിനൊന്നും പോതില്ല, നിങ്ങൾ നല്ല മട്ടത്തിൽ റാഹത്തോടു കൂടി ജീവിച്ചാൽ മതി എവിടെയാണെങ്കിലും കേട്ടോ. ശരിക്കും അത് പറഞ്ഞപ്പോൾ റാഹിലിയുടെ കണ്ണുകൾ നിറഞ്ഞു. എന്നാൽ അതാ ഐഷുമ്മയുടെ മനസ്സിലുള്ള 2 കാര്യങ്ങളുണ്ട് ഇനി ചെയ്യാൻ. അതായത് ഇനിയിപ്പോൾ ഒരു പരിപാടി നടത്താണ്ട് ഇനി നവാസ് വന്നാൻ വെക്കാം, ഓൻ്റെ ഇങ്ങനെ ഓനെ എല്ലാവരും വിളിച്ചെടുത്തൊരു ഫുഡും കൊടുക്കണം, ആൾക്കാർക്ക് എന്തെങ്കിലും കൊടുക്കും വേണം, അതുമല്ല പിന്നെ ഇനിയിപ്പോൾ നാളെ വീടും ഒന്ന് കാണാൻ പോകണം ഇൻഷാ അല്ലാ. ഷമ്മാസ് പറഞ്ഞു, ഉമ്മ എന്നാൽ നാളെ കുറച്ച് നേരത്തെ ഒരുങ്ങിക്കൊണ്ടിട്ടോ, എത്ര ലേറ്റ് ആവണ്ട, കുറച്ച് നേരത്തെ ഒരുങ്ങിയിട്ട് നാളെ നമുക്ക് വീടും ഒക്കെ കാണാൻ വേണ്ടി പോകാം ഇൻഷാ അല്ലാ. അതെ, ഐഷുമ്മയുടെ ആഗ്രഹം അതായിരുന്നു. നാളെ അവർ അതാ കുഞ്ഞിക്കതിയ താമസിച്ച നവാസ് ഉണ്ടാക്കിയ ആ വലിയ വീട്ടിലേക്ക് പോവുകയാണ്. ഇൻഷാ അല്ലാ നമുക്കിതിൻ്റെ ബാക്കി ഭാഗം നാളെ കാണാം. അതുവരേക്കും എല്ലാവർക്കും അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.